ചോറ് കഴിക്കാൻ പാടില്ല എന്ന് ആരും പറയാറില്ല, എവിടെയും പറഞ്ഞിട്ടുമില്ല. അന്നത്തെ ദിവസത്തെ മൊത്തം കലോറി കൺസെപ്റ്റ് നമ്മളതവിടെ മാറും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. ഇതൊരു 1000 വട്ടം പറഞ്ഞാലും പിന്നെയും ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഒരു ദിവസത്തെ ഒരു ഭക്ഷണക്രമം അല്ലെങ്കിൽ രീതി, സമയം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ. നമ്മൾ ഡയറ്റ് അല്ലെങ്കിൽ വർക്കൗട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരാറുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണക്രമം തന്നെയാണ് അല്ലേ. വർക്കൗട്ട് ചിലപ്പോൾ നമ്മൾ പെൻഡിങ് ആക്കാതെ ദിവസവും നമ്മൾ ചെയ്തു പോകുന്ന ആളുകളായിരിക്കാം. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പല സിറ്റുവേഷൻസിലും നമ്മളത് ബ്രേക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് കഴിക്കേണ്ടി വരാറുണ്ട്. ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു ദിവസം കഴിച്ചു പോകേണ്ട രീതി, അല്ലെങ്കിൽ എൻ്റെ ഭക്ഷണ രീതി കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഒരു ദിവസത്തെ ഫുഡിൻ്റെ ഒരു ടൈം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്കൊരു ദിവസം 3 സമയത്താണ് ഫുഡ് അല്ലേ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. നമ്മുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ 3 സമയം തന്നെയാണ്. അപ്പോൾ ഇതിൽ രാവിലത്തെ ആ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വർക്കൗട്ടിന് ശേഷം, നമ്മളിപ്പോൾ യോഗ ചെയ്യുകയാണെങ്കിലും വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും അതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു ഫുഡ് വരുന്നൊരു സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ ഉള്ളൊരു സമയം നമ്മുടെ പ്രാക്ടീസിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ തലേ ദിവസം നമ്മൾ നേരത്തെ കിടന്നിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ആ ഒരു ശീലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ശീലത്തിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് വരുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ട് റൊട്ടീൻ കറക്റ്റായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. എല്ലാം ഒന്നോടൊന്ന് കണക്റ്റഡ് ആണ്. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആ കാര്യം എടുത്തു പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു രീതി നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ പതുക്കെ നേരത്തെ ഉറങ്ങുന്നതിലേക്കും ആ ഭക്ഷണ രീതിയൊക്കെ പതുക്കെ കൊണ്ടുവരുന്നതിലേക്കും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ ഉറങ്ങാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹാങ് ഓവർ ഇല്ലാതെ നേരത്തെ എഴുന്നേൽക്കാനും സാധിക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ രാവിലെ കഴിക്കുന്ന ഫുഡിൽ നിങ്ങൾ മാക്സിമം പ്രോട്ടീൻസും ഫൈബറും അല്ലെങ്കിൽ നല്ല വൈറ്റമിൻസും അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ആഡ് ചെയ്യുക. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു രീതി കാണാറുള്ളത് മിക്ക ദിവസവും ഒരേ ഫുഡായിരിക്കും. ചിലപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അറേഞ്ച് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ടായിരിക്കും. നമുക്ക് ചെറിയ എക്സ്പെൻസിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ഒരുപാട് ഫുഡുകൾ പല രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ അപ്പം, ഇഡ്ഡലി, ദോശ ഇത് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 2-3 എഗ് വൈറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ പയർ കൊണ്ടുള്ള തോരനോ കറിയോ അങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഒരു സിമ്പിൾ ഫുഡ്. ദോശ, അപ്പം, ഇഡ്ഡലി, പുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഈ കാര്യങ്ങൾ എടുക്കാതിരിക്കുക. പകരം നമ്മൾ സൈഡിൽ ഉപയോഗിക്കുന്ന കറികളുണ്ടല്ലോ, നമ്മുടെ പയർ വർഗ്ഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു 2-3 എഗ് വൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ സോയാബീൻ ഉപയോഗിച്ചൊരു കറി ഉണ്ടാക്കുക, പനീർ യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻ സോഴ്സ്, ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഉള്ള കറികൾ കൂടുതലെടുക്കുക. കുക്കുമ്പറൊക്കെ നമുക്ക് വെറുതെ ആയിട്ടും കഴിക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെയൊക്കെ ടേസ്റ്റിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഇതായിരിക്കും ഏറ്റവും ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ കഴിച്ചതിൽ വെച്ചിട്ട് ആ രീതിയിലേക്ക് നമ്മൾ മാറും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മൾ ഒരു 2-2.5 ലിറ്റർ കുറയാത്ത രീതിയിൽ നമ്മൾ വാട്ടർ ഇൻടേക്ക് നമുക്ക് വേണം പല സമയങ്ങളിലായിട്ട്. അതേപോലെ അത്യാവശ്യം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ കൂടുതൽ സമയം നമുക്ക് വിശപ്പും ക്ഷീണമൊന്നും ഇല്ലാതിരിക്കാൻ സാധിക്കും. ഒരു ക്രാവിങ്സിനെ നമുക്കൊരു പരിധി വരെ ഇതിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാക്സിമം പ്രോട്ടീൻ ഇൻടേക്ക് നമുക്കറിയാം. നമ്മൾ എത്ര ശ്രമിച്ചാലും ഒരു ദിവസം നമ്മൾ പല സിറ്റുവേഷനിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്കൊരു പരിധി കൂടുതലൊന്നും പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റാറില്ല. അല്ലെങ്കിൽ തടി കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ സിറ്റുവേഷൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലിയായിരിക്കും, തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിലും നിങ്ങൾ അതിൻ്റെ ഇടയിലൂടെ നിങ്ങളുടേതായിട്ടുള്ളൊരു എഫേർട്ട് നിങ്ങൾ എടുത്താൽ മാത്രമാണ് നമുക്കൊരു പെട്ടെന്ന് നല്ലൊരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫുഡിൻ്റെ കേസിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു സപ്ലിമെൻറ്റ് വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അതേപോലെ മൾട്ടി വിറ്റാമിൻ ടാബ്ലറ്റ്സ് ഉണ്ട്, നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. അതിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതാണ് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളും ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ അല്ലെങ്കിൽ ഒന്നും മിക്ക സമയത്തും ഫുഡ് സ്കിപ്പ് ചെയ്യാറ്, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു സമയം നമ്മൾ കഴിക്കാറ്, അങ്ങനെയൊക്കെയാണ്. ലഞ്ചിൻ്റെ സമയത്ത് ചോറ് കഴിക്കാൻ പാടില്ല എന്ന് ആരും പറയാറില്ല, എവിടെയും പറഞ്ഞിട്ടുമില്ല. കാരണം നമ്മുടെ മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ്, നമുക്കൊരു മെയിൻ്റനൻസ് കാലറി കീപ്പ് ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എനർജി സോഴ്സ് തന്നെയാണ്. അതേപോലെ ഗുഡ് ഫാറ്റ്, ഇതൊക്കെ നമ്മുടെ നല്ല സോഴ്സാണ് എനർജിയുടെ. അപ്പോൾ ഇതൊക്കെ അധികമാകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഉച്ച സമയത്ത് നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് ചോറ് എടുക്കാം. കുറച്ച് ചോറും അതിൻ്റെ കൂടെ നല്ല കറികളും നമുക്ക് എടുക്കാൻ പറ്റും. വിഭവസമൃദ്ധമായ സദ്യ കഴിക്കണമെന്ന് ആരും പറയാറില്ല. നമുക്ക് കിട്ടുന്ന രീതി വെച്ചിട്ട് വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ മാക്സിമം അതിൽ പയർ അല്ലെങ്കിൽ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വ്യത്യസ്തമായ രീതിയിലൊരു മീൽ നമ്മൾ തയ്യാറാക്കി ശീലിക്കുക. അത് ഒരു ചിലവില്ലാത്ത കാര്യമാണ്, എന്നാൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയുമാണ്.
ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി വരും. അത് കഴിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫുഡ് കിട്ടും, വിശപ്പും മാറും. അതേപോലെ നമ്മൾ ചിക്കൻ, ഫിഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ അൽഫാമോ ഒരുപാട് മസാല ഉപയോഗിച്ച ഡിഷസോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്ത കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ചിക്കനൊക്കെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കറിയാണെങ്കിൽ അതിൻ്റെ പീസൊക്കെ എടുത്ത് കഴിക്കാൻ ശ്രമിക്കുക. ഫിഷ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഫിഷ് നമ്മൾ ഉപയോഗിക്കാം. അതേപോലെ ചെറിയ ഫിഷുകളൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള രീതിയിൽ വേണം നമ്മുടെ ലഞ്ചിൻ്റെ കേസ് നമ്മൾ അറേഞ്ച് ചെയ്യാനായിട്ട്. ഇതൊരു 1000 വട്ടം പറഞ്ഞാലും പിന്നെയും പിന്നെയും ആളുകൾക്ക് സംശയം ഉണ്ടാകുന്നൊരു ഭാഗം തന്നെയാണ് ഈ ഫുഡിൻ്റെ കേസിൽ പല കാര്യങ്ങളും, അല്ലെങ്കിൽ ആവർത്തിക്കുന്നൊരു കാര്യമാണ്. അതുപോലെ നമ്മുടെ ക്രാവിങ്സിനെ നമ്മൾ എപ്പോഴും കൺട്രോൾ ചെയ്യണം. നിങ്ങൾക്ക് അമിതമായിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചവരെ നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല, അത്രയും വിശക്കുന്നു, ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ സഹിച്ച് നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് കുറച്ച് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു കുക്കുംബർ കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. വളരെ കലോറി കുറവാണ്, അതേപോലെ ഫൈബർ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്തുള്ള വിശപ്പ് മാറ്റാൻ പറ്റും. അതേസമയം ആ സമയത്ത് നമുക്ക് ചായ കുടിച്ചേ പറ്റൂ, പപ്സ് കഴിച്ചേ പറ്റൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ക്രാവിങ്സ് ആണ്. ഒരിക്കലും നമ്മുടെ ആവശ്യമല്ല, അത് ഒരു ക്രാവിങ്സ്, അതിനോടുള്ളൊരു താല്പര്യമാണ്. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. അതേസമയം കാഷ്നട്ട്, അതേപോലെ ഡയറ്റ്സ്, ഇതൊക്കെ നമുക്ക് ഒരു പരിധി കൂടുതൽ ഉപയോഗിക്കുന്നത് ഷുഗർ കണ്ടൻറ്റും കലോറി ബേസും കാർബോഹൈഡ്രേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളൊരു ദിവസം ഒരു മെയിൻ്റനൻസ് കലോറി കീപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ കഴിക്കുന്ന ഓരോ ഫുഡും ശ്രദ്ധിക്കുക. ഫുഡിൻ്റെ വലിപ്പത്തിലല്ല കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു പിടി പീനട്ട് കഴിച്ചു, അല്ലെങ്കിൽ കുറച്ച് ഡയറ്റ്സ് എടുത്ത് കഴിച്ചു, കുറച്ച് കാഷ്നട്ട് എടുത്ത് കഴിച്ചു, അന്നത്തെ ദിവസത്തെ മൊത്തം കലോറി കൺസെപ്റ്റ് നമ്മളതവിടെ മാറും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നിങ്ങൾ ഇടയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വിശപ്പാണെങ്കിൽ മാത്രം അതിന് ഇതേപോലൊരു വഴി കണ്ടെത്തുകയുള്ളൂ. ഇനി വരുന്നത് ഡിന്നറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മെനു ആണിതെന്ന് പറയുമ്പോൾ, നമ്മൾ ഡിന്നറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫാറ്റ് ലോസ് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, കഴിഞ്ഞ ഒരു വീഡിയോയിൽ 1-2 വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് പരമാവധി നമ്മൾ നേരത്തെ കഴിക്കുക. ഇനിയിപ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിങ്ങളിപ്പോൾ ഭൂരിഭാഗം ആളുകളും ഒരു 10 മണി അല്ലെങ്കിൽ 9 മണിയെങ്കിലും ആയിട്ടാണ് ഫുഡ് കഴിക്കാറ്, നൈറ്റിലുള്ള ഫുഡ് കഴിക്കാറ്. ആ ഒരു ശീലം ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ മാറ്റുക. പരമാവധി നേരത്തെ കഴിക്കുക. ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സിമം നിങ്ങളത് കഴിക്കാൻ നോക്കുക. എന്നിട്ട് പിറ്റേ ദിവസം വരെ നമുക്കൊരു ഫാസ്റ്റിംഗ് ആയിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചൊരു കാര്യം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ വൈകുന്നേരം നമ്മൾ കഴിക്കുന്ന ഫുഡ് ലൈറ്റ് ആയിരിക്കണം, പക്ഷേ ക്വാളിറ്റി ഫുഡായിരിക്കണം. അത്യാവശ്യം വൈറ്റമിൻസും ഒക്കെ ഉള്ള, കുറച്ച് പ്രോട്ടീൻസൊക്കെ ഉള്ള ഒരു ക്വാളിറ്റി ഫുഡ് നമുക്ക് അതിന് വേണ്ടി ചെയ്യാൻ പറ്റും. വേറെ ഓവറായിട്ട് കലോറി, ഫാറ്റ്, കാർബൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ വൈകുന്നേരത്തെ ഫുഡിലേക്ക് നമ്മൾ പോകരുത്. നമുക്ക് എപ്പോഴും ഈ രാത്രി വൈകി ഫുഡ് കഴിക്കുമ്പോൾ, അതുപോലെ രാത്രിയൊക്കെയാണ് കൂടുതൽ ആളുകളും ഹെവി ഫുഡ് കഴിക്കാറുള്ളത് അല്ലേ. നോണൊക്കെ ആണെങ്കിൽ അത് പ്രത്യേകിച്ച് ഹെവി ആയിട്ട് കഴിക്കുന്ന ഒരു സമയം രാത്രി വൈകുന്നേരത്തെ ഫുഡായിരിക്കും. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം കൂടുതലായിരിക്കും, ക്വാളിറ്റി സ്ലീപ്പ് ആയിരിക്കില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിർബന്ധമായിട്ടും നമുക്കിതിൻ്റെ ഹാങ് ഓവർ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലൊരു ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ കുറച്ച് സമയം കൂടി കിടക്കാം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറില്ലേ. അത് പ്രധാന കാരണം നമ്മൾ നൈറ്റ് കഴിക്കുന്ന സമയവും ആ ഫുഡിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നിങ്ങൾ ഒറ്റയടിക്കല്ലെങ്കിലും ഒരു 1 വീക്ക് ഉണ്ടെങ്കിലും പതുക്കെ നിങ്ങൾ ഈ ശീലത്തിലേക്ക് വന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും ഫ്ലോപ്പായി പോകാതെ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്. ചെറുതെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ വലുത് തന്നെയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ പ്രോപ്പറായിട്ടുള്ള, നമ്മൾ പറയാറുള്ളത് പോലെ നല്ല രീതിയിലൊരു വർക്കൗട്ടും കൂടി ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. കൂടുതൽ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.